Hi everyone, this is CMA Afzal Alungal here. Before starting the video, please hit the like button. That will motivate me to do more CMA related videos. പല സ്റ്റുഡൻസും മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സർക്കുലറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് CMA റിലേറ്റഡ് ആയിട്ടും കൂടുതൽ കണ്ടൻറ്റുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ കാറ്റ് പാസ്സായ കുട്ടികൾക്ക് ഇൻ്റർമീഡിയറ്റിലെ ലോ എക്സംഷൻ കിട്ടിയതിനെ കുറിച്ച് നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഇപ്പോൾ നിങ്ങൾ നിലവിൽ സ്ക്രീനിൽ കാണുന്നത്. വിഡ്രോവൽ ഓഫ് എക്സംഷൻ ഇൻ പേപ്പർ നമ്പർ 5 ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് ഫോർ കാറ്റ് ക്വാളിഫൈഡ് സ്റ്റുഡൻസ് അണ്ടർ സിലബസ് 2022 ഫ്രം ഡിസംബർ 2024. ഇനി വരാൻ പോകുന്ന 2024 ഡിസംബർ എക്സാമിന് പേപ്പർ 5 ഇന്ററിലെ പേപ്പർ 5 ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് എന്ന് പറയുന്ന പേപ്പർ ആയിരുന്നു കാറ്റ് പാസ്സായ ലെവൽ 1 പാസ്സായ കുട്ടികൾക്ക് എക്സംഷൻ കിട്ടിയിരുന്നത്. അത് വിഡ്രോ ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു സർക്കുലർ നമുക്ക് ജനുവരി 30, 2024 സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല സ്റ്റുഡൻസിനും ഉണ്ടായിരുന്ന ഒരു സംശയം, സർ ഞങ്ങൾ ഓൾറെഡി ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് എക്സംഷൻ 1000 രൂപ പേയ്മെന്റ് അടച്ച് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഡിസംബർ ടേമിൽ എക്സംഷൻ ഈ പറയുന്ന പോലെ വിഡ്രോ ചെയ്തിട്ടുണ്ടോ, അതായത് ലോ എക്സംഷൻ കിട്ടുമോ എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സർക്കുലറിൽ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ക്ലാരിഫിക്കേഷൻ റിഗാർഡിംഗ് വിഡ്രോവൽ ഓഫ് സബ്ജക്ട് എക്സംഷൻ ഇൻ പേപ്പർ നമ്പർ 5 ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് അണ്ടർ സിലബസ് 2022 ഫോർ കാറ്റ് ക്വാളിഫൈഡ് സ്റ്റുഡൻസ്. അതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഫർദർ ഇൻ കണ്ടിന്യൂവേഷൻ ടു ദ നോട്ടിഫിക്കേഷൻ. നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ, അതായത് ജനുവരി 30 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ, എക്സംഷൻ വിഡ്രോ ചെയ്തു എന്ന് പറയുന്ന നോട്ടിഫിക്കേഷന്റെ കണ്ടിന്യൂവേഷൻ ആണിത്. ഇവിടെ പോയിന്റ് നമ്പർ 3 ആണ് ഇന്ന് നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് റെലവെന്റ് ആയിട്ട് നോക്കേണ്ടത്. അതിന് മുമ്പുള്ള 2 പോയിന്റുകൾ നമുക്കിപ്പോൾ റെലവെന്റ് അല്ല, അത് ജൂൺ എക്സാമിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ പോയിന്റ് നമ്പർ 3 പറയുന്നത് സ്റ്റുഡൻസ് ഓൾറെഡി ഗ്രാൻഡഡ് എക്സംഷൻ. നിങ്ങൾ പേയ്മെന്റ് അടച്ച് കാറ്റ് പാസ്സായതിൻ്റെ പേരിൽ ഓൾറെഡി ലോ എക്സംഷൻ വാങ്ങിയ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് സ്റ്റുഡൻസ് ഓൾറെഡി ഗ്രാൻഡഡ് സബ്ജക്ട് എക്സംഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാറ്റ് ക്വാളിഫിക്കേഷൻ മേ ബി കണ്ടിന്യൂഡ് വിത്ത് ദി സെഡ് എക്സംഷൻ അണ്ടർ സിലബസ് 2022. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി സബ്ജക്ട് എക്സംഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സിലബസ് 2022 നിലനിൽക്കുന്ന കാലമത്രയും ആ എക്സംഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓൾറെഡി പേയ്മെന്റ് അടച്ചു, ഓൾറെഡി എക്സംഷൻ ക്ലെയിം ചെയ്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ 2024 അത് കഴിഞ്ഞിട്ട് സിലബസ് 2022 എത്ര വർഷം വരെയാണോ ആ സിലബസ് നിലനിൽക്കുന്നത്, നോർമലി 4 വർഷമാണ് ഉണ്ടാവാറുള്ളത്, അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സംഷൻ ക്ലെയിം ചെയ്യാം. സിലബസ് മാറുമ്പോഴേ അതിന് എൻഡ് വരുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യം ഉണ്ടാവുക, സർ ഇതുവരെ എക്സംഷൻ ക്ലെയിം ചെയ്യാത്ത സ്റ്റുഡൻ്റ് ആണെങ്കിലോ അവർക്ക് ഈ പറയുന്ന എക്സംഷൻ ഇനി ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അത് വിഡ്രോൺ ആണ്. 10/2/2024 ശേഷം, അതാണ് കട്ട് ഓഫ് ഡേറ്റ്. 10/2/2024 ശേഷം നിങ്ങൾ ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സംഷൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആർ നോട്ട് എലിജിബിൾ ഫോർ എക്സംഷൻ. നിങ്ങൾക്ക് ആ എക്സംഷൻ ഇനി കിട്ടാൻ പോകുന്നില്ല. ഓൾറെഡി 10/2/2024 മുമ്പ് ഇന്റർ രജിസ്റ്റർ ചെയ്ത കുട്ടിയാണ്, ഓൾറെഡി നിങ്ങൾ എക്സംഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ സെഡ് എക്സംഷൻ അണ്ടർ സിലബസ് 2022. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്, മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഡിസംബർ അറ്റംപ്റ്റിലേക്കും അത് കഴിഞ്ഞിട്ടുള്ള അറ്റംപ്റ്റുകളിലേക്കും ഈ ഒരു സർക്കുലർ അനുസരിച്ച് എക്സംഷൻ കിട്ടും. ഇനി പുതിയ സർക്കുലർ വന്നിട്ട് ഡിസംബർ കഴിയുമ്പോൾ പറയുകയാണ് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാവും. ഈ ഒരു സർക്കുലർ അനുസരിച്ച് പുതിയ സർക്കുലേഴ്സ് ഒന്നും ഇനി വന്നിട്ടില്ല. ഡിസംബർ അറ്റംപ്റ്റിലേക്ക് എന്തായാലും നിങ്ങൾ എലിജിബിൾ ആണ്. എക്സംഷൻ ക്ലെയിം ചെയ്യാൻ ലോ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് ചെയ്യാത്ത കുട്ടിയാണെങ്കിൽ ഇനി ചെയ്യാൻ വകുപ്പില്ല, ഓപ്ഷൻ ഇല്ല. അവർ ഡിസംബറിൽ ലോ എഴുതുക തന്നെ വേണം. ഓക്കെ, ദിസ് ഇസ് ദി ക്ലാരിഫിക്കേഷൻ. പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, കഴിഞ്ഞ തവണയത്തൊക്കെ പോലെ ഓൺലൈൻ ക്ലാസ്സുകൾ പല സ്റ്റുഡൻസും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അത് ഡിസംബർ അറ്റംപ്റ്റിലേക്കുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇന്റർ ആയാലും ഫൈനൽ ആയാലും എല്ലാ പേപ്പറുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് MCQ, ക്വസ്റ്റ്യൻ ബാങ്ക്, ചാപ്റ്റർ വൈസ് എക്സാം, 50 മാർക്ക് 100 മാർക്ക് എക്സാമുകൾ എല്ലാം അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് അതിൽ അവൈലബിൾ ആണ്. അതിലൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ അത് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അതിൻ്റെ കിട്ടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റിസൾട്ടിനെ കുറിച്ച് പല സ്റ്റുഡൻസും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ടൈം ടേബിൾ വന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൽ കൃത്യമായിട്ട് ഓഗസ്റ്റ് 23 റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റഡി എന്ന ആ ഒരു ഏരിയയിൽ മാത്രമാണ്. അത് ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.